ഹായ് ഗേസ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. നാളെ നടക്കുന്ന ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏക ടെസ്റ്റ് മത്സരത്തിന് നാളെ തുടക്കമാകുകയാണ്. ന്യൂ ചണ്ഡീഗഡിലെ മുളമ്പൂർ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. നാളെ രാവിലെ 9:30 ടെസ്റ്റ് മത്സരത്തിന് തുടക്കമാകുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇത് രണ്ടാം തവണയാണ് ടെസ്റ്റ് മത്സരം കളിക്കുന്നത്. ഇതിനു മുമ്പ് അജിങ്ക്യ രഹാനെയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ ആ ഒരു മത്സരത്തിൽ വിജയിച്ചിരുന്നു. ഇന്നിങ്സിനും 262 റൺസിനുമായിരുന്നു ഇന്ത്യയുടെ വിജയം. അഫ്ഗാനിസ്ഥാനെ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ അവർ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കളിച്ചിട്ടുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആകെ 12 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ അഫ്ഗാനിസ്ഥാൻ കളിച്ചിട്ടുള്ളൂ. അതിൽ 4 മത്സരങ്ങളിൽ അഫ്ഗാനിസ്ഥാന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ യുവനിരയാണ് നാളെ അഫ്ഗാനിസ്ഥാനെ നേരിടാൻ വേണ്ടി ഇറങ്ങുന്നത്. IPL മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവനിര തന്നെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനോടൊപ്പം തന്നെ സായി സുദർശനും ദേവദത്ത് പടിക്കലും യശസ്വി ജയ്സ്വാളും കൂടാതെ സീനിയർ താരങ്ങളായ KL രാഹുലും ഋഷഭ് പന്തുമൊക്കെ ടീമിലുണ്ട്. എന്തായാലും ആവശ്യകരമായ ഒരു മത്സരം തന്നെ നമുക്ക് നാളെ കാണാൻ കഴിയും. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയെന്നും ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. താരത്തിന്റെ പരിക്ക് തന്നെയാണ് താരത്തിന് ഇപ്പോൾ ഈ ഒരു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പര നഷ്ടമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും IPL മത്സരത്തിനിടയിലായിരുന്നു താരത്തിന് പരിക്ക് പറ്റിയത്. നമുക്കറിയാം, ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് രണ്ടാം തവണയും കിരീടം സ്വന്തമാക്കിയതിൻ്റെ പിന്നിൽ വലിയൊരു സംഭാവന നൽകിയ താരമാണ് ഇന്ത്യയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി. മികച്ച ഫോമിലായിരുന്നു കോഹ്ലി. കൂടാതെ ഫൈനൽ മത്സരത്തിലും താരമായി മാറിയത് വിരാട് കോഹ്ലിയായിരുന്നു. ഇങ്ങനെ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് താരത്തിൻ്റെ പരിക്കും താരത്തിന് ഈ ഒരു ഏകദിന പരമ്പര നഷ്ടമായതുമൊക്കെ ആരാധകരെ സംബന്ധിച്ച് വലിയൊരു നിരാശ നൽകിയിരിക്കുന്നത്. എന്തായാലും വിരാട് കോഹ്ലിയെ കൂടാതെ തന്നെ മറ്റൊരു സൂപ്പർ താരമായ രോഹിത് ശർമ്മയ്ക്കും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പര നഷ്ടമാകും എന്നുള്ള വാർത്തകൾ എത്തുന്നുണ്ട്. ഫിറ്റ്നസ് തന്നെയാണ് രോഹിതിന് പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായ മാത്രമാണ് താരത്തിന് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ കളിക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഈ 2 താരങ്ങൾ ഈ ഒരു പരമ്പരയിൽ ഇല്ല എങ്കിൽ ഇവർക്ക് പകരമായി ആരെത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ചില പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിൻ്റെ പേരും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായ ഋതുരാജ് ഗേറ്റ്വാദും അതുപോലെ RCBയുടെ താരമായ ദേവദത്ത് പടിക്കലും SRHൻ്റെ താരമായ ഇഷാൻ കിഷൻ തുടങ്ങിയ താരങ്ങളൊക്കെ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പകരമായി ഏകദിന ടീമിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും വാർത്തകളുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ KS ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നുള്ളതാണ്. തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് 32 വയസ്സുകാരനായ KS ഭരത് വിരമിക്ക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി 7 ടെസ്റ്റ് മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. 2023 ബോർഡൻ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ടെസ്റ്റ് മത്സരത്തിൽ താരത്തിൻ്റെ അരങ്ങേറ്റം. അവസാനമായിട്ട് കളിച്ചത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു. 12 ഇന്നിങ്സുകളിൽ നിന്നായിട്ട് 226 റൺസും 18 ക്യാച്ചുകളും ഒരു സ്റ്റംപിങ്ങുമാണ് താരം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിലേക്ക് പ്രവേശനം മങ്ങിയ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്ക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 3ാം ഏകദിന മത്സരത്തെക്കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ഓസ്ട്രേലിയക്കെതിരെ 4 വിക്കറ്റിൻ്റെ വിജയം നേടിയിരിക്കുകയാണ്. ലാഹോറിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ വിജയിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഏകദിന പരമ്പര 2-1 സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയെ 157 റൺസിനാണ് പാകിസ്ഥാൻ പുറത്താക്കിയത്. ഷാഹീൻ അഫ്രീദി 3 വിക്കറ്റ് പാകിസ്ഥാന് വേണ്ടി നേടി. ഓസ്ട്രേലിയൻ ബാറ്റ് നിരയും നോക്കുകയാണെങ്കിൽ 20 റൺസിന് മുകളിൽ ആകെ ഒരു താരത്തിന് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 65 റൺസ് നേടിയ ജോസ് ഇംഗ്ലീഷാണ് ഓസ്ട്രേലിയൻ ബാറ്റ് നിരയിലെ ടോപ്പ് സ്കോററായി മാറിയത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ 41ാം ഓവറിൽ തന്നെ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു. 161 റൺസാണ് പാകിസ്ഥാൻ നേടിയത്.
40 റൺസ് നേടിയ ബാബർ അസമാണ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ ബാറ്റർ. അടുത്ത അപ്ഡേറ്റ് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിൽ നടക്കുന്ന ഇന്നലെ ആരംഭിച്ച ടെസ്റ്റ് മത്സരത്തെക്കുറിച്ചാണ്. ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ 16 വിക്കറ്റുകൾ വീണിരിക്കുകയാണ്. ലോർഡ്സിൽ നടന്ന ഈ ഒരു മത്സരത്തിൽ ആദ്യം ടോസ് നേടിയ ന്യൂസിലാൻഡ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ ഒരു തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു ന്യൂസിലാൻഡ് ബൗളർമാരുടെ മികച്ച പ്രകടനമാണ് കണ്ടത്. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിനെ 140 റൺസിന് അവസാനിപ്പിക്കാൻ ന്യൂസിലാൻഡ് ബൗളർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കെയ്ൻ ജാമിസൺ ആണ് ന്യൂസിലാൻഡിന് വേണ്ടി 5 വിക്കറ്റ് നേടുകയുണ്ടായി. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ നോക്കുകയാണെങ്കിൽ 56 റൺസ് നേടിയ ഹാരി ബ്രൂക്കിന് മാത്രമാണ് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞുള്ളൂ. മറ്റ് ബാറ്റർമാർക്ക് ആർക്കും ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. എന്തായാലും മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ന്യൂസിലാൻഡിനെതിരെ ഇംഗ്ലണ്ടും അതേ നാണയത്തെ തിരിച്ചടിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഇന്നലെ ഒന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ ന്യൂസിലാൻഡ് 6 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 61 റൺസ് മാത്രമാണ് നേടിയിരിക്കുന്നത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഇനി ഏക പ്രതീക്ഷയുള്ളത് 31 റൺസുമായിട്ട് പുറത്താകാതെ ബാറ്റ് ചെയ്യുന്ന ഗ്ലെൻ ഫിലിപ്സിന്റെ ബാറ്റിംഗിൽ തന്നെയാണ്. പോളി റോബിൻസൺ ആണ് ഇംഗ്ലണ്ടിന് വേണ്ടി 4 വിക്കറ്റുകൾ നേടി മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.